സമയം ദൈവവചനം ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം, എഫെഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 1. വചനം ഇങ്ങനെ പറയുന്നു: ഇമിറ്റേറ്റ് ഗോഡ് ദെയർഫോർ ഇൻ എവറിത്തിങ് യു ഡു ബിക്കോസ് യു ആർ ഹിസ് ഡിയർ ചിൽഡ്രൻ എന്ന് വായിച്ചേ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആമേൻ. പ്രിയ മക്കളെ പോലെ ദൈവത്തിനെ അനുകരിപ്പിൻ. ഹല്ലേലൂയ. ഇമിറ്റേറ്റ് ഗോഡ്. ഇമിറ്റേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതെന്നല്ലേ. ഇമിറ്റേറ്റ് അവരുടെ ഒരു പെൺകുഞ്ഞാണെങ്കിൽ അതിൻ്റെ അമ്മ സാരി ഉടുക്കുന്നത് കാണുവാണെങ്കിൽ അമ്മ സാരി ഉടുക്കുന്നത് പോലെ ഉടുക്കാൻ ശ്രമിക്കും അല്ലേ. അമ്മ അവളുടെ ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ ശ്രമിക്കും. സ്തോത്രം. അപ്പൻ ഡ്രൈവ് ചെയ്യുന്നത് പോലെ മോൻ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കും. സ്തോത്രം. ഇമിറ്റേറ്റ്. ഹല്ലേലൂയ. ഇമിറ്റേറ്റ് ചെയ്യുക. തിരുവചനം നമ്മളെ നിർബന്ധിക്കുന്നു സ്വർഗത്തിലെ അപ്പായെ പോലെ ഹല്ലേലൂയ സകലതും ചെയ്യാൻ. ദൈവം എങ്ങനെ ചെയ്യുന്നോ അതേപോലെ ചെയ്യാൻ. ഹല്ലേലൂയ. കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, ദൈവത്തിനെ പോലെ ഈ ഭൂമിയിൽ ആയിത്തീരുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തിനെ പോലെ ഞാൻ ഭൂമിയിൽ വസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാത്തിലും ഒന്നോ രണ്ടോ കാര്യത്തിലല്ല വചനം നമ്മളോട് പറയുന്നത് ഇമിറ്റേറ്റ് ഗോഡ് ഇൻ എവറിത്തിങ് യു ഡു. അതിനവിടെ ഒരു ദെയർഫോർ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിനെ അനുഗമിപ്പിൻ. എന്താ ഈ അതുകൊണ്ട്? അതിൻ്റെ മേളിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ ദേഷ്യം, സ്വാർത്ഥത, കുറ്റം പറച്ചിൽ, ഇതെല്ലാം മാറ്റി, ഇതെല്ലാം കളഞ്ഞ്, ഇതെല്ലാം ഉപേക്ഷിച്ച് പകരം എല്ലാവരോടും സ്നേഹത്തോടെയും ഐക്യതയോടെയും ഒക്കെ ഇരിക്കുക എന്ന് 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇമിറ്റേറ്റ് ഗോഡ് ദെയർഫോർ. ഹല്ലേലൂയ. എന്നിട്ട് ബാക്കി അങ്ങോട്ട് പറയുവാണ് നിങ്ങൾ സ്നേഹം നിറഞ്ഞതും ക്രിസ്തുവിനെ പോലെയും ഹല്ലേലൂയ ഒക്കെ ആയിത്തീർന്ന് ജീവിക്കാൻ പറയുക. എന്നിട്ട് അതിൻ്റെ 5-ന്റെ എഫെസ്യരുടെ ലേഖനം 5-ന്റെ എന്നിട്ട് 3 തൊട്ട് കുറേ അതിൻ്റെ 9 വരെയും കുറേ വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം, വിട്ടുകളയണം, നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം, വിശുദ്ധിയുള്ള ജീവിതം ജീവിക്കണം. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും വിഗ്രഹാരാധന പാടില്ല, യേശു അല്ലാതൊരു ദൈവമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ധൂപാർച്ചനകളും കുറേ കാഴ്ചകളും കുറേ വേണ്ടാത്ത വാക്കുകളും അതൊന്നുമല്ല. അതിനകത്ത് 5-ന്റെ പറയുന്നുണ്ട് യു ക്യാൻ ബി ഷുവർ ദാറ്റ് നോ ഇമ്മോറൽ, ഇംപ്യൂർ ഓർ ഗ്രീഡി പേഴ്സൺ വിൽ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ഗോഡ് എന്ന് വെച്ച്. നടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ വേണ്ടാത്ത വാക്കുകൾ, ഒബ്സീൻ, അതിൻ്റെ 4-നകത്ത് പറയുന്ന ഒബ്സീൻ സ്റ്റോറീസ്, ഫൂളിഷ് ടോക്ക്, കണ്ടോ, വ്യർത്ഥമായ വർത്തമാനങ്ങൾ, വേണ്ടാത്ത. അപ്പോൾ നമ്മുടെ നാവിനെ സ്തോത്രത്തോടെയും സ്തുതിയോടെയും നിറയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് പകരം വേണ്ടാത്ത സംസാരങ്ങളെല്ലാം കുറേ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. വിഗ്രഹാരാധനയും വേണ്ടാത്ത സംസാരങ്ങളും കുറ്റം പറച്ചിൽ മാത്രമല്ല, പക്ഷേ കളിയാക്കിയുള്ള വർത്തമാനങ്ങൾ, ഡബിൾ മീനിങ്ങിൻ്റെ വാക്കുകൾ, ഇങ്ങനെയൊക്കെ വേണ്ടാത്ത യൂസ്ലെസ് ടോക്ക്. ഹല്ലേലൂയ. ഇതൊന്നും വേണ്ട എന്ന വചനം നമ്മളോട് പറയുന്നത്. വി ആർ ഓൺ എ സീരിയസ് മിഷൻ ഓൺ എർത്ത്. ഹല്ലേലൂയ. നമ്മളൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഭൂമിയിലായിരിക്കുമ്പോൾ. നമ്മളെ വിളിച്ചിരിക്കുന്ന, കർത്താവിനെ അറിഞ്ഞോ, നമ്മളെ വിളിച്ചിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു സോൾജിയറിനെ പോലെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മളെ ലോകത്തിൽ വിളിച്ചിരിക്കുന്നത്. വെറുതെ തമാശം പറഞ്ഞ് പൈങ്കിളി കഥകളും വായിച്ച് വെറുതെ സമയവും ചെലവഴിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു, കുറച്ചു നേരം ബൈബിൾ വായിച്ചു, കുറച്ചു നേരം കർത്താവിനോട് നിലവിളിച്ചു, അത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്നിട്ട് കുറേ നേരം ഇരുന്ന് TV കണ്ടു, കുറേ തമാശകൾ വായിച്ചു, കുറേ തമാശ പറഞ്ഞു, കുറേ കൂട്ടുകാരുമായിട്ട് നടന്നു. നോ, സമയം വേസ്റ്റ് ചെയ്തു. അതിനല്ല. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ്. കുറേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഭർത്താവിനും ഭാര്യയ്ക്കും പ്രാർത്ഥിച്ചു, വീട്ടുകാർക്ക് പ്രാർത്ഥിച്ചു, ഇത് മതി, ഇതാണ് എൻ്റെ മിഷൻ. നോ, അതല്ല.
നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വലിയ കാര്യങ്ങളാണ്. ഹല്ലിയ. കർത്താവിനെക്കുറിച്ച് അറിഞ്ഞോ? കർത്താവിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തം വലുതാ. എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ഉത്തരവാദിത്തം വലുതാ. ഹല്ലിയ. വലിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വെറുതെ ഈ ലോകത്ത് വന്ന് കുറച്ച് സമയം ചെലവഴിച്ചിട്ട് പോകാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലിയ. പക്ഷേ വലിയ 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 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് അവളുടെ ടീച്ചറിനെ പോലെ വീട്ടിൽ വന്ന് അവൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ മുമ്പിൽ നിന്ന് അവൾ കുറേ ഇമാജിനറി ആയിട്ട്, അവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷേ അവൾ ഇമാജിൻ ചെയ്യുക, കുറേ കുഞ്ഞുങ്ങളുടെ അവളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് അവളുടെ ടീച്ചർ ചെയ്യുന്നത് പോലെ അവൾ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുമ്പോൾ സ്തോത്രം, അവൾ വളരെ സീരിയസ് ആയിട്ട് ആ കുഞ്ഞ് അവളുടെ ടീച്ചറിനെ കോപ്പി ചെയ്യുന്നത്. ഹല്ലിയ. ശ്രദ്ധിച്ച് നോക്കിക്കുക ആ കുഞ്ഞിനെ. അവൾ വളരെ സീരിയസ് ആയിട്ട്, അവിടെ ചിരിയില്ല, തമാശയില്ല, അവളുടെ ടീച്ചർ ചെയ്യുന്നത് പോലെ തന്നെ അവൾ ഇമിറ്റേറ്റ് ചെയ്യുക. അവൾ നിന്ന് അങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കളിയാണെന്ന്, പക്ഷെ അവളൊരു കളിയല്ല. അവളുടെ മനസ്സിനകത്ത് കയറി നോക്കിയാൽ അവൾ വളരെ സീരിയസ് ആയിട്ടാണ് അവളുടെ ടീച്ചറിനെ അവൾ കോപ്പി ചെയ്യുന്നത്. ഹല്ലേലൂയ. അവളോട് ചോദിച്ചാൽ ആ കുഞ്ഞു പറയും, എനിക്ക് ഭാവിയിൽ എനിക്കും ഒരു ടീച്ചറാകണം എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ടീച്ചറിനകത്തുള്ള എന്തോ ഗുണങ്ങൾ ഈ കുഞ്ഞിനെ ആകർഷിച്ചു. ഹല്ലേലൂയ. ആ ടീച്ചറിനകത്തുള്ള എന്തോ സ്വഭാവങ്ങൾ ഈ കുഞ്ഞിനെ ആകർഷിച്ചു. സ്തോത്രം. അവളുടെ ആ ഫേവററ്റ് ടീച്ചറിനെ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ അവൾ അതിൻ്റെ ഇടയിൽ ചാടി വീണിട്ട് അവൾ പറയും, ഇല്ലില്ല, എൻ്റെ ഫേവററ്റ് ടീച്ചറാണ്, എൻ്റെ ടീച്ചർ ഇങ്ങനെയാണ്, എൻ്റെ ടീച്ചർ അങ്ങനെയാണ്. അവൾക്ക് 100 വാക്കുകൾ കാണും. സ്തോത്രം. ആ ടീച്ചറിനകത്തുള്ള സകല ഗുണങ്ങളും അവളുടെ അകത്ത് ഉണ്ടാകുവാൻ വേണ്ടി അവൾ ഭയങ്കര ആകാംക്ഷയോടെ അവൾ ഇരിക്കും, അല്ലേ? ഹല്ലേലൂയ. അതിലും ഉപരിയായിട്ട് ഇന്ന് നമ്മളെ ലോകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ പോലെ ആയിത്തീരാൻ, ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ, ഭൂമിയുടെ ഉപ്പായി തീരുവാൻ. ഹല്ലേലൂയ. നമ്മളെയാണ് കർത്താവ് ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നോക്കി പഠിക്കുവാൻ. ഹല്ലേലൂയ. അവർക്കൊരു ആവശ്യം വന്നാൽ നമ്മളെയാണ് ദൈവമാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ആവശ്യത്തിനെ നികത്തുവാൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെയാണ് ആക്കി വെച്ചിരിക്കുന്നത് ആസ് എ ലൈറ്റ് ഹൗസ്. ഹല്ലേലൂയ. ഒരു പ്രകാശം കൊടുക്കുവാൻ, മറ്റുള്ളവർക്കൊന്ന് നോക്കുവാൻ, മറ്റുള്ളവർക്ക് അടയാളമായി നമ്മളെയാ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വി ആർ ഓൺ എ സീരിയസ് മിഷൻ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എൻ്റെ മേൽ ദൈവം വലിയ ഉത്തരവാദിത്തമാണ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നത്, അതിൻ്റെ 6 തൊട്ട് എഫെസ്യർ 5:6 തൊട്ട് 9 വരെയും വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഡോണ്ട് ബി ഫൂൾഡ് ബൈ ദോസ് ഹു ട്രൈ ടു എക്സ്ക്യൂസ് ദീസ് സിൻസ്. വെറുതെ ചിലവർ പറയും, സാരമില്ല, ഇങ്ങനെ വേണ്ടാത്ത, നമുക്കൊന്നൊരു അരമണിക്കൂർ നമുക്ക് അങ്ങനെയൊന്ന് പെരുമാറാം, നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെയൊന്ന് ജാതികളെ പോലെ ആയാലോ, അതിനെന്താ, സാരമില്ല, നമുക്ക് ഇങ്ങനെയും അങ്ങനെയും ഒക്കെ ജീവിക്കാം, നമ്മളെന്നൊരു കർത്താവിനോട് ഓടിച്ചെന്നങ്ങ് ക്ഷമ പറഞ്ഞാൽ മതി. നോ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളുടെ ഒരു മിനിറ്റ് പോലും വി കനോട്ട് ലൂസ് അവർ ഗാഡ്. ഹല്ലേലൂയ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറാൻ പറ്റത്തില്ല. നമ്മുടെ ഒക്കെ ഭവനത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. അവരെവിടാണെങ്കിലും, അവർ ലോകത്തേത് ആൾക്കാരുടെ ഇടയിലാണെങ്കിലും, അവർ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കേണ്ടത്. എവിടെയാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും അവരുടെ ദേ കനോട്ട് ലെറ്റ് ദിയർ ഗാഡ് ഡൗൺ. ഹല്ലേലൂയ. അവരാരാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് മറന്നു പോകാൻ പാടില്ല. സ്തോത്രം. നമ്മൾ പോലും എത്ര ആൾക്കാരുടെ ഇടയിൽ നമ്മൾ നിന്നാലും, എങ്ങനെ വേണമെങ്കിലും മറ്റുള്ളവരായിരിക്കട്ടെ, നമുക്ക് അവരെ പോലെ പെരുമാറാനും ജീവിക്കാനും നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞ്, എനിക്ക് ദൈവത്തിനെ പോലെ ആകണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വചനം പറയുന്നു, അതിൻ്റെ 5:7 എഫെസ്യർ 5:7, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ വെളിച്ചമായി ആകുന്നു. അതിൻ്റെ 9 കൂടെ, കർത്താവിനെ പ്രസാദമായത് എന്തെന്ന് പരീക്ഷിച്ചു നോക്കൂ. ഹല്ലേലൂയ. പരീക്ഷിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി, അപ്പം ദൈവത്തിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നു. ഒരു നാള് നമ്മൾ ഇരുട്ടിൽ കിടന്നവരാ, ഒരു നാള് നമ്മൾ കൊള്ളാത്തവരായിരുന്നു, അല്ലേ? കർത്താവ് നമ്മളെ ആക്കി വെച്ചത്, പലപ്പോഴും ജീവിതത്തിനകത്ത് പല വിഷയങ്ങളും കാണും എന്ന് പറഞ്ഞത് കർത്താവിന് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ വിഷയങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ പണിതെടുക്കുക, നമ്മളെ റെസ്പോണ്ട് ചെയ്യാനായിട്ട്, നമ്മളെ റിയാക്റ്റ് ചെയ്യാനല്ല, പക്ഷേ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. നമ്മളെ ഓരോ സാഹചര്യത്തിലൂടെ നമ്മൾ
നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ കൊള്ളാവുന്നവരായി തീരുക. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ പോലെ ആക്കിയെടുക്കുക നമ്മളെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കിടന്ന അവസ്ഥകൾ മറന്നു പോവല്ലേ. കുറ്റം പറയുന്നവരും ദേഷ്യപ്പെടുന്നവരും ജഡം പ്രവർത്തിക്കുന്നവരായിരുന്നു. എത്ര കൊള്ളുന്നവരാണെന്ന് പറഞ്ഞാലും ജഡം പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്നോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. മറക്കല്ലേ, ഏത് സാഹചര്യത്തിനകത്തും ഏത് വിഷയത്തിനകത്തും ഹല്ലേലൂയ നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ വിളിച്ചിരിക്കുക. ക്രിസ്തുക്കളായി തീരുവാൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ ക്രിസ്തുക്കളെ ക്രൈസ്റ്റ് ലൈക്ക് ഗോഡ് ലൈക്ക് ആയി തീരുവാൻ ഹല്ലേലൂയ ആക്കി വെച്ചിരിക്കുക നമ്മളെ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ നോക്കിയാണ് പഠിക്കുന്നത്. അവർ ഭാവിയിൽ പറയണം, എൻ്റെ അപ്പനെ പോലെ ഞാനായിരിക്കുന്നു, എൻ്റെ അമ്മയെ പോലെ ഞാനായിരിക്കുന്നു. എൻ്റെ അപ്പനെയും അമ്മയും ചോദിച്ചാൽ പറയാൻ ആ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. എൻ്റെ അപ്പനോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു പൈതലാണ് എൻ്റെ അപ്പൻ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പായെ കണ്ടുപഠിക്കണമെങ്കിൽ എൻ്റെ അപ്പനെ ഒന്ന് നോക്കിയാൽ മതി, എൻ്റെ അമ്മയെ ഒന്ന് നോക്കിയാൽ മതി. സ്തോത്രം. കൊളോസിയരുടെ 3:10 ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 9-10. ഹല്ലേലൂയ. Colossians chapter 3 verse numbers 9 and 10. Don't lie to each other, for you have stripped off your old sinful nature and all its wicked deeds. Put on your new nature and be renewed as you learn to know your Creator and become like Him. അന്യോന്യം വ്യാജം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുന്നു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു വസ്ത്രം എടുത്ത് ഉരിഞ്ഞു മാറ്റി വെച്ചിട്ട് വേറൊരു വസ്ത്രം, വേറൊരു ഉടുപ്പിടുന്നത് പോലെ ദൈവവചനം അവിടെ എഴുതി വെച്ചിരിക്കുക. യു ഹാവ് സ്ട്രിപ്ഡ് ഓഫ് യുവർ ഓൾഡ് സിൻഫുൾ നേച്ചർ ആൻഡ് ഓൾ ഇറ്റ്സ് വിക്കഡ് ഡീഡ്സ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മളിൽ വരുമ്പം, കർത്താവെ വന്ന് എൻ്റെ ഈ സ്വഭാവം എടുത്ത് മാറ്റണേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. തിരുവചനം പറഞ്ഞു, യു ഹാവ് സ്ട്രിപ്ഡ് ഓഫ് യുവർ ഓൾഡ് നേച്ചർ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വേണ്ടാത്ത സ്വഭാവത്തിനെ നമ്മളിൽ നിന്ന് ഒരു തുണി വലിച്ചു മാറ്റുന്നത് പോലെ എടുത്ത് വലിച്ചു മാറ്റി. ഇതെവിടെ നടന്നത്? അല്ലെ, ഈ സ്ട്രിപ്പിംഗ് ഓഫ് നടന്നത് ആ സ്നാനക്കുളത്തിനകത്ത്. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 6 നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഈ സ്ട്രിപ്പിംഗ് ഓഫ് അവിടെയാണ് നടക്കുന്നത്. നമ്മൾ എത്ര നമ്മൾ വിചാരിച്ചാലും നമ്മൾക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് നടക്കത്തില്ല. നമ്മളെക്കാട്ടിലും ശക്തനായവൻ നമ്മളിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്കിത് സാധിക്കുന്നത്. അപ്പോൾ തിരുവചനം പറയുന്നു, വി ഹാവ് സ്ട്രിപ്ഡ് ഓഫ് ആർ സിൻഫുൾ നേച്ചർ. നമ്മുടെ ദുർപ്രവൃത്തികൾ, നമ്മുടെ ദുഷ്ട സ്വഭാവങ്ങൾ ഹല്ലേലൂയ സകലതും നമ്മളിൽ നിന്ന് പറിച്ച് നമ്മൾ മാറ്റി. അപ്പം നമ്മൾ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് നമ്മൾ ചേർന്നു. റോമൻസ് 6:6 ഒന്ന് വായിച്ചേ. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടപ്പോൾ പഴയ മനുഷ്യനെ ക്രൂശിൽ നമ്മൾ തറച്ചു. പഴയ മനുഷ്യനെ അതിൻ്റെ സ്വഭാവങ്ങളും ദുഷ്ടതകളും അഴുക്കും വേണ്ടാത്ത മനോഭാവം, പാപം, ശാപം, ബന്ധനം കൊണ്ട് ക്രൂശിൽ തറച്ചു. എനിക്കും നിങ്ങൾക്കും പോയി മരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇന്ന് കാൽവരി ക്രൂശിനോടൊപ്പം നമ്മുടെ പാപത്തെ, നമ്മുടെ പഴയ മനുഷ്യനെ നമുക്ക് കാൽവരി ക്രൂശിൽ തറയ്ക്കാൻ സാധിക്കും. ക്രിസ്തുവേശുവിനോടൊപ്പം മരിക്കുമ്പോൾ. ഹല്ലേലൂയ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ ആ പാപം, ശാപം, ബന്ധനം, രോഗം, ക്ഷീണം, മരണം എല്ലാം, പാരമ്പര്യം സകലതും കാൽവരി ക്രൂശിലോട്ട് തറച്ചിട്ട് പുതിയ മനുഷ്യനായി നമ്മൾ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം നമ്മൾ എഴുന്നേൽക്കുക. പുതിയ സൃഷ്ടികളായി നമ്മൾ എഴുന്നേൽക്കുക. അവിടെ പിന്നെ ആ റോമൻസ് ചാപ്റ്റർ 6 1 തൊട്ട് 14 വരെയും വായിക്കണം. ഹല്ലേലൂയ. അത് വായിക്കേണ്ട ഭാഗങ്ങളാണ്. അത് മനസ്സിരുത്തി പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ട് വായിക്കണം. അപ്പോൾ പഴയ മനുഷ്യനെ ആ സ്നാനക്കുളത്തിൽ ക്രിസ്തുവിനോടൊപ്പം കാൽവരി ക്രൂശിനോടൊപ്പം തറച്ച് പഴയ മനുഷ്യനെ പറിച്ചു മാറ്റി. അതാ കൊളോസിയർ 3
9 പറയുന്നത്, പഴയ മനുഷ്യനെ അവൻ്റെ ദുർസ്വഭാവങ്ങളും നടപ്പും, പാപം, ശാപം, ദേഷ്യം, ക്രോധം, വൈരാഗ്യം, കുറ്റം പറച്ചിൽ, പ്രാക്ക്, വേണ്ടാത്തത് സകലതും കൊണ്ട് അവിടെ തറച്ചിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ തീരുമാനമെടുത്തു, എനിക്കിനിയും വേണ്ട ഇത്, എനിക്ക് പുതുമനുഷ്യനായി ജീവിക്കണം, എനിക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ കാൽവരി ക്രൂശിൽ ഈ ശാപത്തിനെ ഞാൻ അടിച്ചു വെക്കുക, പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞ് പറിച്ച് എടുത്ത് മാറ്റി ഞാൻ ക്രൂശിനോടൊപ്പം തറയ്ക്കുക, എന്നിട്ട് ഞാൻ പുതിയ മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. ഞാൻ ക്രിസ്തുവിനെ ധരിച്ച് എഴുന്നേൽക്കുക. സ്തോത്രം. പുതിയ മനുഷ്യനായി എഴുന്നേൽക്കുക. 3:10 കൊളോസിയർ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. Put on your new nature. കണ്ടോ, ഇത് നമ്മളുടെ തീരുമാനമാണ്, വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവെ എന്നെ ഇങ്ങനെ ആക്കണം, നോ, ഹി കനോട്ട് ഡു ദാറ്റ്. യു ഹാവ് ടു ഡിസൈഡ്. ഇന്ന് തീരുമാനമെടുക്കുമ്പോൾ, തീരുമാനമെടുത്ത ആ പ്രവൃത്തിക്കകത്തേക്ക് തിരിയുമ്പോൾ പുതിയ മനുഷ്യനെ ധരിക്കുക. ആൻഡ് ഈ പുതിയ മനുഷ്യനെ ഞാൻ ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി റിന്യൂഡ് ആസ് യു ലേൺ ടു നോ യുവർ ക്രിയേറ്റർ. റിന്യൂവൽ നടക്കുക, ഒരു പുതുക്കം പ്രാപിക്കുക. വീണ്ടും മരിച്ചു പോയതിനെയൊക്കെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരിക, അണഞ്ഞു പോയതിനെയൊക്കെ തിരുനാളം കത്തിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കൊള്ളാത്തതിനെയൊക്കെ നല്ലതാക്കി എടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആൻഡ് യു ബിക്കം ലൈക്ക് ഹിം. ഇവിടാണ് നാം ക്രിസ്തുവിനെ പോലെയാകുന്നത്. എഫെസ്യർ 5:1 പറഞ്ഞു, ഇമിറ്റേറ്റ് ഗോഡ്. എങ്ങനെയാ ദൈവത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ക്രിസ്തുവിനെ പോലെ ആകാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ ഞാൻ ധരിക്കുമ്പോഴാണ്, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ടീച്ചറിനെ പോലെ ആകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ടീച്ചർ ധരിക്കുന്ന അതേപോലത്തെ വേഷമൊക്കെ ധരിക്കും ആ കുഞ്ഞ്. ഒരു സാരി ആ ടീച്ചറിനെ ഉടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സാരി ഉടുത്തോണ്ട് ആ കുഞ്ഞ് അങ്ങനെ ഒരു തോർത്താണേലും എടുത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് ദേഹത്തെടുത്തിട്ടിട്ട് ഇത് സാരിയാണെന്നൊക്കെ പറഞ്ഞ് കുത്തിയിട്ട് എന്താ ടീച്ചറിനെ പോലെയാകുക. അപ്പം ഈ പുതു മനുഷ്യനെ ധരിക്കണം. ഈ പുതു മനുഷ്യനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞേച്ച് പുതു മനുഷ്യനെ ധരിക്കാതെ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ സാധിക്കത്തില്ല. ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെയാണ്, ഒന്നും നടക്കത്തില്ല. പുതു മനുഷ്യനെ ധരിക്കാതെ, ക്രിസ്തുവിനെ ധരിക്കാതെ യു ക്യാൻ നോട്ട് ഡു എനിത്തിങ് വിതൗട്ട് വെയറിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അണിയണം. സ്തോത്രം. ക്രിസ്തുവിനെ അണിയാതെ ഒന്നും നടക്കത്തില്ല, പുതുമനുഷ്യനാകാൻ സാധിക്കത്തില്ല. അൺലെസ് യു ആർ ബോൺ അഗൈൻ. വീണ്ടും ജനിക്കാതെ, വീണ്ടും ജനിക്കാതെ പുതിയ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കത്തില്ല. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനുഷ്യനെ വേണ്ടാന്ന് വെച്ച് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാകും, ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഇസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 10 എഫെസ്യർ 5:10 കെയർഫുള്ളി ഡിറ്റർമിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. എഫെസ്യർ 5:10 കെയർഫുള്ളി ഡിറ്റർമിൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. വളരെ സൂക്ഷ്മതയോടെ എഫെസ്യർ 5:10 വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിന് എന്താ ഇഷ്ടമെന്ന്. നിങ്ങളുടെ വായിച്ച എഫെസ്യർ 5:10 സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം. അതിന്റെ അടുത്ത വാക്യം 11 വായിച്ച്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. മലയാളത്തിൽ അത് 9, മലയാളത്തിൽ 9 വാക്യം 5:9, ഇംഗ്ലീഷില് 5:10. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി കെയർഫുള്ളി ഡിറ്റർമിൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്യാറില്ലേ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യത്തില്ല. അവരുടെ അകത്ത് ആ ബോധം കിടപ്പുണ്ട്, അവർ ഇന്ന വീട്ടിലെ ഇന്ന അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന്. ഇന്ന് ക്രിസ്തുവിൽ നാം ആയിരിക്കുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് പുതിയ മനുഷ്യൻ്റെ പുതുക്കത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ അറിവ്, ഈ ചിന്ത നമ്മളെ ഭരിച്ചു തുടങ്ങും. ഞാൻ സ്വർഗത്തിലെ അപ്പായുടെ പൊന്നോമന പുത്രിയ.
ഹല്ലിയ, ഞാൻ സ്വർഗത്തിലെ അപ്പായുടെ കൺമണിയാ, ഞാൻ സ്വർഗത്തിലെ അപ്പായുടെ മകനാ, മകളാ, എനിക്ക് അതേപോലെ ജീവിക്കണം. ഇവിടാണ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ബോധം നമ്മളെ ഭരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ സാധിക്കുന്നത്. ഇന്ന് പറഞ്ഞേ ഹല്ലിയ, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം. സ്തോത്രം. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞേച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ തീരുമാനമെടുക്കണം. ഹല്ലിയ, എനിക്ക് വേണ്ട. ആ തീരുമാനമെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഹല്ലിയ, സ്നാനത്തിലൂടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞേച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം. അത് ഭൂമിയിൽ ചെയ്യുന്ന ഒരു ക്രിയയാണ്. ഹല്ലിയ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, കർത്താവിൻ്റേതായി തീരാൻ വേണ്ടി. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, തീരുമാനമെടുക്കണം. എനിക്കിനി ഈ പഴയ ജീവിതം വേണ്ട, എനിക്ക് പഴയതുപോലെ ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം ഈ ഭൂമിയിൽ, എനിക്ക് ഈ ജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ. ഇതാരാഗ്രഹിക്കുന്നു അവർക്കൊക്കെ കർത്താവ് കൊടുക്കാൻ റെഡിയാണ്. പഴയ മനുഷ്യനെ വസ്ത്രം ഉരിഞ്ഞ് കളയുന്നത് പോലെ കളഞ്ഞേച്ച് ഹല്ലിയ, പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളണം. കൊളോസിയർ 2:14 വചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 13:14 അതിക്രമങ്ങളിലും പരിച്ഛേദന ഏൽക്കാത്ത പാപപ്രകൃതിയിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. ഈ ഉയർപ്പ് എങ്ങനെയാണ് നടന്നത്? 12 വായിക്കാം. സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലിയ. ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ വരുമ്പോൾ പാപം മരിച്ചു, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു അല്ലേ. പിന്നെ അവിടെ ഞാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയില്ല, പിന്നെ ക്രിസ്തുവാ ജീവിക്കുന്നത്. ഇന്ന് ഹല്ലിയ, ഞാൻ സ്നാനപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് നിങ്ങളാരുമില്ല. ഹല്ലിയ, സ്നാനപ്പെട്ട ഒറ്റ വ്യക്തിയും ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഇനി ഞാനില്ല, പക്ഷേ ഇനിയും ക്രിസ്തുവാ. ഹല്ലിയ, ധൈര്യത്തോടെ പറയാൻ സാധിക്കും. ഏത് അവസ്ഥയ്ക്കകത്തും, ഏത് പ്രതിസന്ധിക്കകത്തും, ഏത് നന്മയ്ക്കകത്തും ഇനി ഞാനില്ല, ക്രിസ്തുവാ. ഹല്ലിയ, ക്രിസ്തു ആണ് എന്ന് പറയുമ്പം അവിടെ ഭയങ്കര ജയത്തിൻ്റെ ജീവിതമാണ്. ഹല്ലിയ, ഒരു ശക്തിക്കും കീഴടക്കാൻ പറ്റത്തില്ല, ഒരു കൂടോത്രത്തിനും ജയിക്കത്തില്ല, ഒരു മന്ത്രവാദത്തിനും ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലിയ, ഒരു കണ്ണ് നോട്ടം, ജാതകം, ദോഷം, വിഗ്രഹം, ഇതിനൊന്നിനും പിന്നെ ജയിക്കാൻ ഇടമില്ല. സ്തോത്രം. അവിടെ പിന്നെ യേശു മാത്രമേ ഉള്ളൂ. പാരമ്പര്യം, ശാപം, രോഗം, മരണം, ഇതിനൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ക്യാൻസർ, ഡിപ്രഷൻ, ഇതിനൊന്നിനും ജയിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ യേശുവിന് മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പഴയ മനുഷ്യനില്ല, അവിടെ ജഡമില്ല, അവിടെ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഡു യു വോണ്ട് ടു ലിവ് എ വിക്ടോറിയസ് ലൈഫ്? ഹല്ലിയ, ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിനെ ധരിക്കണം. സ്തോത്രം. ഹല്ലിയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യു ആർ ബോൺ അഗൈൻ, യു ആർ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ്, യു ആർ സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുക, നിങ്ങൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഇരിക്കുക. ഹല്ലിയ, ഒരു ജയാളിയുടെ ജീവിതം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലിയ, ഇന്ന് പലവരെയും അങ്ങ് സഹായിക്കണം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുക്കാൻ. ആ തീരുമാനത്തിനെ ഉറപ്പിക്കണം. ഹല്ലിയ, പരിശുദ്ധാത്മാവെ ഈ നാളുകളിൽ ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ പലവരെയും സഹായിക്കണം. പലവരും പറയുന്നുണ്ട്, എൻ്റെ അകത്ത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ സ്വഭാവം വിട്ടുമാറുന്നില്ല, എൻ്റെ ദേഷ്യം മാറുന്നില്ല, എൻ്റെ ആ ഇംപേഷ്യൻസ്, എനിക്ക് ആ ഒരു പെട്ടെന്ന് പേഷ്യൻ്റ് അല്ല, ക്ഷമയല്ല, അങ്ങനത്തെ ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാവുന്നില്ല, എനിക്ക് മാറുന്നില്ലത്. ഹല്ലിയ, കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളെ ബലപ്പെടുത്തട്ടെ. ഹല്ലിയ, പിശാചിനൊരിടം കൊടുക്കാതെ വണ്ണം ബലപ്പെടുത്തട്ടെ. ചിലവർ പറയുന്നു, എനിക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിൽ ഞാനൊന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടൊരു ചെറിയ നുണ പറയും. ആ നുണ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സഹിക്കത്തില്ല, ഭയങ്കര വിഷമമാണ്, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനത്തെ ചില സ്വഭാവമുള്ളവരുണ്ട്.
പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവെ, അങ്ങനെയുള്ള വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് അങ്ങ് കയറി ഇടപെട്ട് വേണ്ടാത്ത ആ സ്വഭാവത്തിനെ നുള്ളി മാറ്റി അങ്ങൊരു പുതിയ മനുഷ്യനാക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിലനിർത്തണമെങ്കിൽ വന്നുപോയി നിൽക്കുവല്ല, എന്നേക്കും നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടാവണം. ക്രിസ്തുവിനെ ധരിക്കണം. ഹല്ലേലൂയ. ആ സംശയങ്ങൾ പൊളിഞ്ഞു മാറട്ടെ. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ക്രിസ്തു സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ചില ഉണങ്ങാത്ത മുറിവുകൾ മാറിപ്പോകട്ടെ. ശരീരത്തിൽ നിന്ന് ചൊറിഞ്ഞ് പൊളിയുന്ന വണ്ണം ഉള്ള ആരുടെയോ ശരീരത്തിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ ഏരിയയിൽ മരുന്നിട്ടു, ഉണങ്ങി, പിന്നെയും ചൊറിഞ്ഞു, പിന്നെയും പൊട്ടി, അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന ആരുടെയോ സ്കിൻ യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ. സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. സ്കിൻ ഡിസീസസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. കാലിൻ്റെ പാദത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ട്, വേദനയും സ്കിൻ ഊരിപ്പോകുന്നതും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ പുളിച്ച് തികട്ടുന്ന പോലെ, അൾസർ പോലത്തെ അല്ലെങ്കിൽ പുളിച്ച് തികട്ടുന്ന പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉള്ള ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. പൂർണ്ണമായി വിടുതൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വയറുവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ രോഗമുണ്ട് എന്നുള്ള ഭയം, ക്യാൻസറിനെയൊക്കെ ഭയന്ന് ജീവിക്കുന്ന ആ ഒരു ഭയം യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മനസ്സിനകത്തുനിന്ന് മാറിപ്പോട്ടെ. എന്ത് കണ്ടാലും ഒരു ഭയം, ഇതിനി ക്യാൻസർ ആണോ, പലയിടത്തു നിന്നും കേട്ട് അങ്ങനെ ഒരു ഭാരം യേശുവിൻ്റെ നാമത്തിൽ, അങ്ങനത്തെ ആ സംശയം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.